എന്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനുമായിട്ടുള്ള ഒരു സൗഹൃദം ഈ മുല്ലപ്പെരിയാർ വിഷയത്തിൽ പരിഹരിക്കാൻ ഉപയോഗിച്ചു പോകും? കാശ് മേടിച്ചത് തിരിച്ചു കൊടുക്കേണ്ടി വരൂലേ? സ്റ്റാലിന് മുമ്പ് ഭരിച്ചതല്ലേ കുമാരി ജയലളിത. അവര് പറഞ്ഞില്ല ഞങ്ങളുടെ കയ്യിൽ കൃത്യമായ കണക്കുണ്ട്, ആർക്കൊക്കെ എന്തൊക്കെ കൊടുത്തിട്ടുണ്ടെന്നുണ്ട്. ശ്രീ എ കെ ആന്റണി നോക്കാതിരുന്നത് കൊണ്ട് എന്ത് ഡിഫൻസ് മിനിസ്റ്ററാണ് അദ്ദേഹം? ഇത്തരം ആളുകൾ ഈ നാടിന്റെ കേരളത്തിന്റെ ശാപമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. കാലം കഴിഞ്ഞു. ഇതൊക്കെ എന്ന് മലയാളികൾ തിരിച്ചറിയും? ഈ ആളുകളെയൊക്കെ, ഈ വെള്ള മുണ്ടുടുത്ത പെരുങ്കള്ളന്മാരെ എന്ന് തിരിച്ചറിയും? നിയമസഭയിൽ ഒരു പ്രമേയം അവതരിപ്പിക്കണം. അല്ലാണ്ട് നിയമസഭയിൽ കിടന്നുകൊണ്ട് മുല്ലപ്പെരിയാർ മുല്ലപ്പെരിയാർ എന്ന് 100 പ്രാവശ്യം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവര് കേരളവും തമിഴ്നാടും കേസ് നടത്തിയപ്പോൾ ഒരിക്കലും കേന്ദ്ര സർക്കാർ കക്ഷിയല്ല. അപ്പൊ തന്നെ അവരുടെ കള്ള ഉദ്ദേശം നോക്ക്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയെ ഒന്നാം എതിർകക്ഷിയാക്കി കേസ് കൊടുത്തു. അണ്ണാമലയ്ക്ക് ഒരു പേരിന്റെ പുറകെ IPS ഉണ്ട്. ഇവിടെ 2-3 ക്ലാസ് പഠിച്ച് മലയാളം കൂട്ടി വായിക്കാൻ അറിയാൻ പാടില്ലാത്ത മന്ത്രിമാർ ഭരിക്കുമ്പോൾ അവർക്കിതൊന്നും മനസ്സിലാവില്ല. എന്തെങ്കിലും രീതിയിൽ തമിഴ്നാട് പൊളിറ്റിക്സിനെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു തീരുമാനമെടുക്കാൻ കേരളത്തിലെ ഇടത് വലത് രാഷ്ട്രീയ നേതൃത്വത്തിന് കഴിയില്ല. കാരണം എന്താ? പൈസ തിരിച്ചു കൊടുക്കണം. ചൈനയിൽ ബാങ്കിയാ ഡാം പൊട്ടിയപ്പോൾ അതിൻ്റെ അടിയിൽ ജനങ്ങൾ കുറവായിരുന്നു. ഇടുക്കി ഡാമിൻ്റെ ചുറ്റും 50 കോറി ഉണ്ടെന്ന് മനസ്സിലാക്കണം കേരളത്തിലെ ജനങ്ങൾ. നിങ്ങളെ കൊല്ലാൻ വേണ്ടി വെച്ചിരിക്കുന്ന അത്യന്താധുനിക ആയുധമാണത്. പുതിയ കരാറ് വരുമ്പോൾ തമിഴ്നാട് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നു ഈ വെള്ളത്തിൽ നിന്ന് അവർക്ക് 50,000 കോടി രൂപയുടെ ലാഭമുണ്ട്. അടുക്ക റസൽ ജോയി വെറുതെ ഇരുന്നിങ്ങനെ പറയണതല്ല. നിങ്ങൾ അടുത്ത പ്രാവശ്യം പോളിംഗ് ബൂത്തിൽ പോകുമ്പോൾ ഈ രാഷ്ട്രീയം ഇവിടുന്ന് വേണ്ടാന്ന് വെച്ചില്ലെങ്കിൽ. നമസ്കാരം. ഒരു ഇടവേളയ്ക്ക് ശേഷം മുല്ലപ്പെരിയാർ വിഷയം വീണ്ടും കേരളത്തിൽ സജീവമായ ചർച്ചയാവുകയാണ്. തമിഴ്നാട്ടിൽ തന്നെ ഏതാണ്ട് 13 ജില്ലകളിൽ ഫ്ലഡ് അലേർട്ട് ഇതിനോടകം കാലാവസ്ഥാ കേന്ദ്രം നൽകി കഴിഞ്ഞു. ഈ ഒരു സാഹചര്യത്തിലാണ് മുല്ലപ്പെരിയാർ വീണ്ടും കേരളത്തിന്റെ ഉറക്കം കെടുത്തുന്നത്. ഈ വിഷയത്തിൽ നമ്മളോട് ഇപ്പോൾ പ്രതികരിക്കാനുള്ളത് സേവ് കേരള ബ്രിഗേഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് റസൽ ജോയി ആണ്. സുപ്രീം കോടതി വിധിക്ക് ശേഷവും മുല്ലപ്പെരിയാർ വിഷയത്തിൽ നിയമപോരാട്ടം തുടരുന്ന വ്യക്തിയാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഈ ഡാമിന്റെ ഇപ്പോഴത്തെ അവസ്ഥയും അതിന്റെ പൊതുവായിട്ടുള്ള ഒരു അവസ്ഥയും നമുക്ക് ചോദിച്ചറിയാം. സാർ, എന്താണ് ഈ ഒരു ഇതില് തമിഴ്നാട്ടിൽ കന്യാകുമാരി, തിരുനെൽവേലി ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ഇപ്പോൾ ദിവസങ്ങളായി മഴയാണ്. അപ്പൊ ആ മഴ മാത്രമല്ല, അത്തരം ഡാമിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ ഇത് തുറന്നു വിടും എന്ന് പറഞ്ഞിട്ട് നമുക്കറിയാം, ഏതാണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മന്ത്രിയായിരുന്ന PJ ജോസഫ് പറഞ്ഞ വലിയൊരു സംഭവം ആയിട്ട് ഡാം ഇപ്പോൾ തുറക്കും, ഇപ്പോൾ പൊട്ടും എന്നൊക്കെ പറഞ്ഞ് വലിയൊരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതാണ്ട് അത് മുതലാണ് ഇത്തരം വലിയൊരു സംഭവങ്ങളിലേക്ക് മുല്ലപ്പെരിയാറിന്റെ ഒരു ചർച്ചകൾ എത്തുന്നത്. എന്താണ് സാറിന് ഇപ്പോഴത്തെ ഒരു അവസ്ഥയെക്കുറിച്ച് പറയാനുള്ളത്? മഹേഷ് പറഞ്ഞല്ലോ, തമിഴ്നാട്ടിൽ പ്രളയം. അതെ അതെ. അപ്പോൾ ഈ തമിഴ്നാട്ടിൽ വെള്ളമില്ല എന്ന് പറയുന്നതിന് എന്തെങ്കിലും ഒരു അടിസ്ഥാനമുണ്ടോ? അതായത് ഡിണ്ടിഗൽ, രാമനാഥപുരം, ശിവഗംഗ, മധുരൈ തുടങ്ങി ഉള്ള 5 ജില്ലകൾ. ഈ 5 ജില്ലകൾ നാഷണൽ ആവറേജിനേക്കാളും എക്കാലത്തും മഴ പെയ്യുന്ന സ്ഥലങ്ങളാണ്. എന്നിട്ടാണ് ഏതെങ്കിലും ഒരു വരണ്ട പാടം കാണിച്ചിട്ട് തമിഴ്നാട് വരണ്ട് കിടക്കുന്നു എന്ന് പറയുന്നത്. സത്യമല്ല അത്. അപ്പോൾ ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വെള്ളം 139 അടി വരെ അവർക്ക് വെള്ളം നിലനിർത്താം. ഇവിടെ പത്രക്കാരൊക്കെ പറയണം 142 എന്നാണ്. തെറ്റാണത്. 2018 പ്രളയകാലത്ത് ഞാൻ കൊടുത്ത കേസിൽ ഉണ്ടായ ഉത്തരവാണ് 139 എന്നുള്ളത്. അത് ഇന്നും നിലനിൽക്കുകയാണ്. അപ്പം 139 വരെ അവർക്ക് ജലനിരപ്പ് ഉയർത്താം. അവരെന്തുകൊണ്ടാണ് അത്രയും വെള്ളം വരാഞ്ഞിട്ടും തുറന്നു വിടുന്നത്? അവിടെ പ്രളയമായതുകൊണ്ട് മാത്രമല്ല, ഭയമുണ്ട്. മനസ്സിലായോ? ഭയമുണ്ട്. ഇത് തകർന്നു പോകുമെന്നുള്ളൊരു ഭയമുണ്ട്. അതുകൊണ്ട് എന്തൊക്കെ പറഞ്ഞാലും 152 എന്ന് പറയുന്നത് അവിടുത്തെ രാഷ്ട്രീയമാണ്. 152ലേക്ക് ഉയർത്തും എന്ന് പറയുന്നത് അവിടുത്തെ രാഷ്ട്രീയമാണ്. അങ്ങനെ അവർക്ക് പറയണം. പറഞ്ഞാൽ ആ വോട്ട് കിട്ടുകയുള്ളൂ. അവരൊന്നും ഉയർത്താനൊന്നും പോകുന്നില്ല. കാരണം ഇനി കൂടുതൽ വെള്ളം മുല്ലപ്പെരിയാർ ഡാമിൽ നിലനിർത്തിയാൽ ഡാം ഏത് സാഹചര്യത്തിലും തകരാവുന്നതാണെന്ന് അവർക്കറിയാം. അവർക്ക് വേറെ പല കാര്യങ്ങളും അറിയാം. ഡാം റിപ്പയർ ചെയ്ത് ശക്തിപ്പെടുത്താൻ പറ്റില്ല. അങ്ങനെ ഒരു സാങ്കേതിക വിദ്യ ലോകത്തില്ല. കേബിൾ ആങ്കറിങ്ങും പ്ലാസ്റ്ററിങ്ങും പിന്നെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കൂട്ടാൻ വേണ്ടിയുള്ള ക്യാപ്പിങ്ങും എന്നൊക്കെ പറഞ്ഞ അതാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. ഇതെല്ലാം അശാസ്ത്രീയമായ കാര്യങ്ങളാണ്. ഇത് ഡാമിനെ
ഡാമിൻ്റെ ശക്തി നിലവിലുള്ളതിൽ നിന്ന് കുറയ്ക്കുക ചെയ്യുന്നത് ആക്ച്വലി. അങ്ങനെ ഈ റിപ്പയറിങ് വർക്ക് കൊണ്ടാണ് ഡാം കുറേ കൂടി വീക്കായത്. ഇപ്പോൾ ഈ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കൂട്ടാൻ വേണ്ടി കോൺക്രീറ്റ് ഇട്ട് ഭാരം വർദ്ധിപ്പിച്ചല്ലോ, അതോടുകൂടി ഡാം താഴേക്ക് ഇരുന്ന് പൊള്ളയായിരുന്നു ഡാം. അവിടുത്തെ ഒരു എൻജിനീയർ പറഞ്ഞത് ഇതിൻ്റെ ഉള്ളിലേക്കൊരു ലോറി കയറ്റി നിർത്താനാവുന്നു. അപ്പം അങ്ങനെ പൊള്ളയായ ഒരു ഡാമിൻ്റെ മുകളിൽ ഭാരം കൂട്ടിയപ്പോൾ ഡാം താഴേക്ക് ഇരുന്ന് ഒടിഞ്ഞിരിക്കുകയാണ്. നമുക്ക് ഇത് ഗൂഗിളിൽ നോക്കിയാൽ അറിയാം ഡാം നേരെയാണോ വളഞ്ഞാണോ ഇരിക്കണമെന്ന്. ഗൂഗിളിൽ മാപ്പിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അപ്പം അതാണ് പ്രശ്നം. എന്തുകൊണ്ടാണ് നമുക്കറിയാം ആ സുപ്രീം കോടതിയുടെ ആ ഒരു വിധി അറിയാം. അതിനുശേഷം ഒരുപാട് ചർച്ചകൾ കേരളത്തിൽ നടന്നതാണ് മാധ്യമങ്ങളിലൊക്കെ. നമ്മുടെ ഉദ്യോഗസ്ഥ ലോബികളും അതുപോലെ തന്നെ രാഷ്ട്രീയ നേതൃത്വവും ഒക്കെ അവർക്ക് ഈ കാര്യങ്ങൾ കേരളത്തിൻ്റെ ആൾക്കാരുടെ 4 ജില്ലകളെ ബാധിക്കുന്ന ആൾക്കാരുടെ കാര്യങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് സുപ്രീം കോടതിയുടെ ആ ഒരു വിധിയുടെ പശ്ചാത്തലത്തിൽ, ജലനിരപ്പ് ഉയർത്തണമെന്നുള്ള ആ ഒരു വിധിയുടെ പശ്ചാത്തലത്തിൽ എന്തുകൊണ്ടാണ് നമുക്ക് ഇത്തരം കാര്യങ്ങൾ, ഇപ്പോൾ സാറ് തന്നെ പറഞ്ഞു, ഒരു എഞ്ചിനീയറുടെ അനുഭവം പറഞ്ഞു. അപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് കോടതിയെ ബോധിപ്പിക്കാൻ എന്തുകൊണ്ടാണ് നമുക്ക് സാധിക്കാത്തത്? കാരണം ഇന്നലെ തുടങ്ങിയ വിഷയമല്ല, വർഷങ്ങളുടെ ഒരു ചരിത്രമുണ്ട് ഇതിന്. അല്ല, ഇവർക്ക് കേരളത്തിലെ സർക്കാരുകൾക്ക് അത് ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും കോടതി മുമ്പാകെ ഇത് ബോധ്യപ്പെടുത്തണമെന്ന് യാതൊരു താല്പര്യവുമില്ല. അങ്ങനെയാണെങ്കിൽ IIT റൂർക്കിയുടെ പഠന റിപ്പോർട്ട് അവർ കോടതിയിൽ ഹാജരാക്കുമല്ലോ. IIT ഡൽഹിയുടെ റിപ്പോർട്ട്, ഏഷ്യൻ ഡാം സേഫ്റ്റി അതോറിറ്റിയുടെ റിപ്പോർട്ട്, പ്രമുഖ സീസ്മോളജിസ്റ്റായ ഹർഷ് കെ ഗുപ്ത അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയൻ, ഇതെല്ലാം അവർ കോടതിയിൽ ഹാജരാക്കൂലേ? കേരള സർക്കാർ തന്നെ നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് പോലും കേരള സർക്കാർ കോടതിയിൽ ഹാജരാക്കാത്തത് എന്താണ്? ഏതു വിധേനയും ജനങ്ങളെ കൊല്ലണമെന്ന് വിചാരിച്ചിട്ടല്ലേ അത്? അല്ലേ? നമുക്ക് അനുകൂലമായ 1000 റിപ്പോർട്ടുകൾ ഇരിക്കെ ഇതൊന്നും സുപ്രീം കോടതിയുടെ മുമ്പാകെ കൊണ്ടുവരാത്തത് ക്രൂരമായ ഒരു സംഭവമാണ്. ഈ നാട്ടിലെ ജനങ്ങളിത് മനസ്സിലാക്കണം. അടിമകളാവാം, ഇമാതിരി അടിമകളാവാൻ പറ്റുമോ? രാഷ്ട്രീയ അടിമകളായിക്കോട്ടെ, സ്വന്തം കുഞ്ഞുങ്ങൾക്ക് കുടുംബത്തിന് രക്ഷയില്ലാത്ത അവസ്ഥയിലേക്ക് നാടിനെ നയിക്കുന്നവരുടെ അടിമകളായി ഈ കൊടിയൊക്കെ പിടിച്ച് നടന്നിട്ട് ഇവന്മാർക്ക് എന്താ പ്രയോജനം? അതിന് പകരം ഈ ഡാം വീക്കാണ്. 1964 ഡോക്ടർ KC തോമസാണ് പറഞ്ഞത്. സെൻട്രൽ വാട്ടർ കമ്മീഷൻ്റെ ചെയർമാനാണ് ആദ്യമായി പറഞ്ഞത്. അദ്ദേഹം വ്യക്തമായി എഴുതി കൊടുത്തിട്ടുണ്ട് ഇന്ന കാര്യങ്ങൾ കൊണ്ട് ഈ ഡാം വീക്കാണെന്ന്. അപ്പോൾ ഇത്തരം റിപ്പോർട്ടുകളൊന്നും സുപ്രീം കോടതിയിൽ ഹാജരാക്കാതെ ഇവർ കേരളവും തമിഴ്നാടും കൂടി ഒരു എംപവേർഡ് കമ്മിറ്റി ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഉന്നതാധികാര സമിതി. മേൽനോട്ട സമിതി എംപവേർഡ് കമ്മിറ്റിയാണ്. അതിൻ്റെ അടിയിൽ എന്തെങ്കിലും അവിടെ സൂപ്പർവൈസറി കമ്മിറ്റി, അതിൻ്റെ അടിയിൽ സബ് കമ്മിറ്റീസ്. ഇതൊക്കെ ഇതെന്തിനാണെന്ന് സാധാരണ ഒരു ലോകത്തൊരിടത്തിന് ഒരു ഡാമിനും ഈ ഉന്നതാധികാര സമിതിയും സൂപ്പർവൈസറി കമ്മിറ്റിയും സബ് കമ്മിറ്റിയും ഒന്നും ലോകത്തൊരു ഡാമിനും ഇല്ല. അത്തരം ഒരു വലിയൊരു പരിശോധന നടന്നിട്ട് പോലും നമുക്ക് ആ കാര്യങ്ങൾ ബോധിപ്പിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഏറ്റവും. പരിശോധന എന്ത് നടന്നു? പരിശോധന നടന്നതൊക്കെ ഈ വക ഏജൻസിയുടെ എല്ലാം പരിശോധന നടന്നിട്ട് അത് സുപ്രീം കോടതിയിലെത്തിയില്ല. പിന്നെ ഒരു റിമോട്ട് ഓപ്പറേറ്റിംഗ് വെഹിക്കിൾ വെച്ചിട്ട് ഈ ഡാമിൻ്റെ അടിയിൽ, വെള്ളത്തിൻ്റെ അടിയിൽ പോയി പരിശോധന നടത്തി. അതും സുപ്രീം കോടതിയിലെത്തിയില്ല. AK ആൻ്റണി ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്നപ്പോൾ നേവിയിലെ മുങ്ങൽ വിദഗ്ധരെയും കൂടെ അയച്ചതാണ്. ഇവിടെ എത്തി, പക്ഷെ ഡാമിലേക്ക് എത്തിയില്ല. തിരിച്ചു വിളിപ്പിച്ച്. ആര് വിളിപ്പിച്ച്? ചിദംബരം. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ശ്രീ AK ആൻ്റണിയേക്കാളൊക്കെ നാടിനെ സ്നേഹിക്കുന്ന അവരുടെ നാട്, ചിദംബരത്തിൻ്റെ നാട് തമിഴ്നാടാണ്. അപ്പം ചിദംബരം വിചാരിച്ചാൽ കാര്യങ്ങൾ നടക്കും, പിന്നെ ശ്രീ AK ആൻ്റണി വിചാരിച്ചാൽ കാര്യങ്ങൾ നടക്കില്ല. അപ്പം ശ്രീ AK ആൻ്റണി ആരുടെ ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്നു? തമിഴ്നാടിൻ്റെ. ഒരു ഡിഫൻസ് മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ പ്രതിരോധ മന്ത്രി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടിയിലാണ് സദേൺ നേവൽ കമാൻഡ്. ഈ ഡാമിൻ്റെ അടിയിലാണ്. നേവൽ ആർമമെൻറ്റ് ഡിപ്പോ നാടിൻ്റെ ഈ ഡാമിൻ്റെ അടിയിലാണ്. ഇതെല്ലാം കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ് പ്രതിരോധ വകുപ്പ്. അപ്പോൾ ഇത്രയും 128 വർഷം പഴക്കമുള്ള ഈ ഡാം അവിടെ നിന്നോട്ടെ എന്ന് ശ്രീ AK ആൻ്റണി വിചാരിച്ചാൽ അദ്ദേഹത്തെ പ്രോസിക്യൂട്ട് ചെയ്യണ്ടേ? ഒരു ഡിഫൻസ് മിനിസ്റ്ററുടെ ഉത്തരവാദിത്തം എന്താണ്?
ഒരു സ്ട്രാറ്റജിക് ലൊക്കേഷൻ, കൊച്ചി പോലെയുള്ള ഒരു സ്ട്രാറ്റജിക് ലൊക്കേഷനിൽ നേവൽ ആർമമെൻറ്റ് ഡിപ്പോ, പിന്നെ സദേൺ നേവൽ കമാൻഡ്, അതിൻ്റെ സുരക്ഷ നോക്കണ്ടേ? രാജ്യത്തിൻ്റെ സുരക്ഷ പോട്ട്, അല്ല ഐ മീൻ കേരളത്തിൻ്റെ സുരക്ഷ പോട്ട്. ഈ സദേൺ നേവൽ കമാൻഡിൻ്റെയും നേവൽ NADയുടെയും സുരക്ഷ ശ്രീ AK ആൻ്റണി നോക്കാതിരുന്നത് കൊണ്ട് എന്ത് ഡിഫൻസ് മിനിസ്റ്ററാണ് അദ്ദേഹം? ഇത്തരം ആളുകൾ ഈ നാടിൻ്റെ, കേരളത്തിൻ്റെ ശാപമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഒരു പ്രയോജനവും ഇല്ല, ദുരന്തമാണ്, നമുക്കെതിരാണ് ഇവർ. അത് തിരിച്ചറിയണം. കാലം കഴിഞ്ഞു. ഇതൊക്കെ എന്ന് മലയാളികൾ തിരിച്ചറിയും? ഈ ആളുകളെയൊക്കെ, ഈ വെള്ള മുണ്ടുടുത്ത പെരുങ്കള്ളന്മാരെ എന്ന് തിരിച്ചറിയും? നമുക്ക് രക്ഷയില്ല. നമ്മൾക്ക് ശുദ്ധ ഭക്ഷണം ഉണ്ടോ? മഹേഷ് ഒന്ന് ചിന്തിച്ചേ. ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ ഒരു പച്ചക്കറി കടയിൽ പോയി മേടിച്ചു കൊണ്ടുവന്ന പച്ചക്കറിയും പഴങ്ങളും ഒരു ലാബിൽ അയച്ച് പരിശോധിക്ക്. പെസ്റ്റിസൈഡ്സിൻ്റെ അളവിൽ കവിഞ്ഞ പെസ്റ്റിസൈഡ്സ് ഇതിലെല്ലാം ഉണ്ട്. ഇതല്ലേ നമ്മുടെ അമ്മമാർ കുഞ്ഞുങ്ങളെ മടിയിലിരുത്തി ചോറ് ഉരുളയാക്കി കൊടുക്കണം. അരിയിൽ പോലും എന്തോരം മായമുണ്ട്. നല്ല ഭക്ഷണം തരാൻ കഴിയാത്ത ഒരു ഗവൺമെൻറ്റിന് നമുക്ക് എന്താണ് ബേസിക് ആവശ്യമാണ്? ഒരു മനുഷ്യൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് എന്ന് പറയാം, ഭരണഘടനാപരമായ ഒരു ആവശ്യമാണ് ശുദ്ധഭക്ഷണം, അവകാശമാണ് ശുദ്ധഭക്ഷണം, ശുദ്ധവായു, ശുദ്ധജലം. ഇത് മൂന്നും കൊടുക്കാൻ കഴിയാത്ത ഗവൺമെൻറ്റുകളാണ് നാളിതുവരെ കേരളം ഭരിച്ചത്. ഇത്തരം ഗവൺമെൻറ്റുകൾ എന്തിനാണ്? അതാ ഞാൻ ചോദിക്കണേ. നമ്മുടെ സംസ്ഥാനത്തേക്ക് കൂടുതലും പുറത്തു വന്ന് കർണാടക, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നാണ്. അപ്പൊ ഈ മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഉൾപ്പെടെ മുൻപ് പലപ്പോഴും ഇത് ചർച്ചയായിരുന്നതാണ്. നമ്മുടെ ഈ അതിർത്തിയിൽ ഇത്തരം സാധനങ്ങൾ വരുമ്പോൾ പരിശോധനകളിൽ പോലും വിട്ടുവീഴ്ചകൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പരിശോധിക്കുന്നില്ല. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ കേരള ഗവൺമെൻറ് ഒരു ലാബ് കൊണ്ടുപോയി വെച്ചതാണ്. ഏതോ ഒരു നല്ല മന്ത്രിക്ക് ഒരു ബുദ്ധി തോന്നി കൊണ്ടുപോയി വെച്ചതാണ്. അവിടെ വാളയാർ ചെക്ക് പോസ്റ്റിലും വെച്ചു, തെക്ക് കളിക്കുള്ള അടുത്തൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട്, അവിടെയും വെച്ചു. ലാബൊക്കെ നല്ല അടിപൊളി ലാബ്. അവിടെ നിന്ന് ലോറി വന്നു, പച്ചക്കറികളും പഴങ്ങളും ഇറച്ചിയൊക്കെ സുനാമി ഇറച്ചി എന്നാണ് പറയണേ. ഇങ്ങനത്തെ സാധനങ്ങൾ കഴിക്കുന്ന ഒരു ജനം ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ? എനിക്കറിയില്ല. ഈ ജനം എന്തുകൊണ്ടാണ് ഇവിടുത്തെ ഈ രാഷ്ട്രീയ നേതൃത്വം, ഈ പരമ്പരാഗത രാഷ്ട്രീയ നേതൃത്വത്തെ പിന്തുണയ്ക്കുന്നതെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലായി. ഇവർ വിഡ്ഢികളാന്ന് പറഞ്ഞാൽ ഇങ്ങനെ വിഡ്ഢികൾ ഉണ്ടാവോ? വിഡ്ഢികളിൽ തന്നെ ഒരു സ്റ്റാൻഡേർഡ് ഇല്ലേ? ഇത്തരം വിഡ്ഢികൾ ഉണ്ടാവും. സ്വന്തം മക്കൾക്ക് അശുദ്ധ ഭക്ഷണവും അശുദ്ധവായും അശുദ്ധജലവും തരുന്ന സർക്കാരുകളെ താങ്ങി നിർത്തണമെന്ന് ഇവർക്കെന്താ നിർബന്ധം? എനിക്ക് ഒട്ടും ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. നമ്മുടെ രാഷ്ട്രീയം മാറേണ്ടതുണ്ട്, മാറിയേ പറ്റൂ. നമ്മളിപ്പോൾ ഒന്ന് ചിന്തിക്കുക, 25 വയസ്സ് കഴിയുന്ന യുവാവിന് പ്രമേഹം, 30 വയസ്സുള്ളവൻ കുഴഞ്ഞു വീണ് മരിക്കുന്നു, അവൻ്റെ കരൾ പോകുന്നു, കാർഡിയാക് പ്രോബ്ലംസ് വരുന്നു, ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ വരുന്നു, അവൻ്റെ ആന്തരാവയവങ്ങൾ മുഴുവനും ദ്രവിക്കുന്നു. കാരണം എന്താണ്? നല്ല വായു കൊടുക്കാൻ കഴിയുന്നില്ല, നല്ല ഭക്ഷണം കൊടുക്കാൻ കഴിയുന്നില്ല, നല്ല ജലം കൊടുക്കാൻ കഴിയുന്നില്ല. ജലം എങ്ങനെയാണ് മലിനമാകുന്നത്? നമ്മുടെ നദികളെല്ലാം മലിനമായി. നമ്മുടെ ഇവിടെ നാട് മുഴുക്കം ദൈവത്തിൻ്റെ സ്വന്തം നാട്, ടൂറിസ്റ്റുകളെ ഇങ്ങോട്ട് വിളിക്കുന്നു, ആനാശാന എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ടൂറിസ്റ്റുകൾക്ക് മൂക്ക് പൊത്തിയല്ലാണ്ട് നടക്കാൻ പറ്റുമോ? നമ്മൾ മുല്ലപ്പെരിയാറിലേക്ക് വരുവാണെങ്കിൽ സാർ ഇപ്പം നേരത്തെ പറഞ്ഞു ഇതുപോലെ രാഷ്ട്രീയ നേതൃത്വം, രാഷ്ട്രീയ അടിമത്തം എന്നൊക്കെ പറഞ്ഞു. ആരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു മുന്നിട്ടിറങ്ങേണ്ടത്? ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തപ്പെട്ടവരാണ്? ജനപ്രതിനിധികളുണ്ട്, മുല്ലപ്പെരിയാറിലുണ്ട്, ഇടുക്കിയിലുണ്ട്. ആരുടെ ഉത്തരവാദിത്തമാണ്? ജനങ്ങൾക്കൊരു ഉത്തരവാദിത്തമുണ്ട്. കാരണം ഒരാളെയെങ്കിലും നിയമസഭയിലേക്ക് ഈ മുല്ലപ്പെരിയാർ വിഷയത്തിന് വേണ്ടി സംസാരിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത് വിടുക. അല്ലെങ്കിൽ പാർലമെൻറ്റിലേക്ക് ഒരാളെ മതി, പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുത്ത് വിടുക. അദ്ദേഹം അവിടെ ചെന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? അത്തരം ഒരാൾ നിയമസഭയിൽ, കേരള നിയമസഭയിലോ പാർലമെൻറ്റിലോ ചെന്നാൽ ചെയ്യേണ്ട കാര്യമെന്ന് വെച്ചാൽ ഒരു പ്രമേയം അവതരിപ്പിക്കുക. അതായത് ഞാൻ കൊടുത്ത കേസിൽ റിലയബിലിറ്റി സയൻറ്റിസ്റ്റുകൾ വന്ന് ഡാം പരിശോധിക്കണം എന്ന് പറയാൻ കാരണം, എന്ത് സാധനവും എത്ര നാൾ റിലയബിളാണ് എന്ന് പറയേണ്ടത്, എത്ര നാൾ നമുക്ക് ആ സാധനത്തെ, ആ വസ്തുവിനെ, എക്യുപ്മെൻറ്റിനെ ആശ്രയിക്കാം, അല്ലെങ്കിൽ ആ സിമൻറ്റ് സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ഡാം സ്ട്രക്ചറിനെ എത്ര നാൾ നമുക്ക് ആശ്രയിക്കാം എന്ന് പറയേണ്ടത് റിലയബിലിറ്റി സയൻറ്റിസ്റ്റുകളാണ്.
അപ്പോൾ ഞാൻ സുപ്രീം കോടതി പറഞ്ഞ എന്താണ്, റിലയബിലിറ്റി സയൻറ്റിസ്റ്റുകൾ വന്ന് ഡാം പരിശോധിക്കണം, എന്നിട്ട് ഈ ഡാം എത്ര നാൾ നിൽക്കും അത് പറയണം. നമ്മുടെ കരാറ് പ്രകാരം സി അച്യുതമേനോൻ പുതുക്കി കൊടുത്ത കരാറ് പ്രകാരം 999 വർഷക്കാലാണ്. നമ്മളൊക്കെ മരിച്ചാലും നമ്മുടെ മക്കൾ മരിച്ചാലും മക്കളുടെ മക്കൾ മരിച്ചാലും ഈ കരാർ ഇങ്ങനെ നിൽക്കും. സി അച്യുതമേനോൻ എന്ന് പറയുന്ന ആ മുഖ്യമന്ത്രിയെയും അദ്ദേഹം പ്രതിനിധാനം ചെയ്ത പാർട്ടിയെയും കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയണം. ഏറ്റവും വലിയ ചതി ഈ കേരളത്തോട് ചെയ്ത ഒരു പാർട്ടിയും അതിൻ്റെ നേതാവുമാണ് സി അച്യുതമേനോൻ. അത് തിരിച്ചറിയണം. ഒരൊറ്റ എണ്ണം CPIയുടെ നിയമസഭയിലേക്ക് വരരുത്, പാർലമെന്റിലേക്കും വരരുത്. അത്രമാത്രം ലോകത്ത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ചെയ്യാത്ത തരത്തിൽ ഏറ്റവും വലിയ ചതി ചെയ്ത ഒരു പാർട്ടിയും നേതാവുമാണത്. ഞാൻ പറഞ്ഞിരിക്കുന്നത് റിലയബിലിറ്റി സയൻറ്റിസ്റ്റുകൾ വന്ന് ഡാം പരിശോധിക്കണം എന്നാണെങ്കിൽ ഒരു MLA നിയമസഭയിൽ ഒരു പ്രമേയം അവതരിപ്പിക്കണം. അല്ലാണ്ട് നിയമസഭയിൽ കിടന്നുകൊണ്ട് മുല്ലപ്പെരിയാർ എന്ന് 100 പ്രാവശ്യം പറഞ്ഞിട്ട് കാര്യമില്ല. പുതിയ ഡാം ഉണ്ടാക്കാനായിട്ട് തുക വരെ മാറ്റിവെച്ചതാണ് നമ്മുടെ നിയമസഭ ബഡ്ജറ്റിൽ. ഒരു പ്രമേയം അവതരിപ്പിക്കണം. അടിയന്തര പ്രമേയം അവതരിപ്പിക്കാം, അല്ലെങ്കിൽ ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം അവതരിപ്പിക്കുക, അഡ്ജോൺമെന്റ് മോഷൻ അല്ലെങ്കിൽ കോളിംഗ് ഇൻ മോഷൻ. ഇതെന്താ ചെയ്യാതെ? ഈ കേസിനെ സുപ്രീം കോടതിയിൽ കേരള സർക്കാർ പിന്തുണയ്ക്കണം. അതായത് കേരള സർക്കാർ ഇത്രയും ചെയ്താൽ മതി. അഡ്വക്കേറ്റ് റസൽ ജോയിയുടെ കേസിനെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നു. റിലയബിലിറ്റി സയൻറ്റിസ്റ്റുകൾ വന്ന് മുല്ലപ്പെരിയാർ ഡാം പരിശോധിച്ചാൽ അതിനു വേണ്ടി വരുന്ന ചെലവ് കേരള സർക്കാർ വഹിച്ചോളാം. ഈ 2 സെൻറ്റൻസ് പറഞ്ഞ് ഒരു അഫിഡവിറ്റ് ഇടാൻ കേരള സർക്കാർ തയ്യാറാവുന്നില്ലെങ്കിൽ കേരളത്തിലെ MLA ഇത് പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് കേരള സർക്കാരിനെ കൊണ്ട് അത് ചെയ്യിപ്പിക്കണം. അതിനാണ് നമ്മൾ MLA MP-മാരെയൊക്കെ തെരഞ്ഞെടുത്ത് വിടുന്നത്. അവർ അധികാരം ഉപയോഗിക്കണം. പാർലമെന്റിൽ ഇത് ചെയ്യാം. കാരണം എന്ന് വെച്ചാൽ മഹേഷ് ശ്രദ്ധിക്കണം, കേരളവും തമിഴ്നാടും കേസ് നടത്തിയപ്പോൾ ഒരിക്കലും കേന്ദ്ര സർക്കാർ കക്ഷിയല്ല. അപ്പം തന്നെ അവരുടെ കള്ള ഉദ്ദേശം നോക്ക്. കേന്ദ്ര സർക്കാർ ഒരിക്കലും കക്ഷിയില്ലായിരുന്നു. ഞാനാണ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയെ ഒന്നാം എതിർകക്ഷിയാക്കി കേസ് കൊടുത്തത്. പ്രധാനമന്ത്രിയും MLA-മാരും ഈവൻ ഒരു പഞ്ചായത്ത് മെമ്പർ വരെ പ്രതിജ്ഞ ചെയ്യുമ്പോൾ ഒരു പ്രതിജ്ഞയുണ്ട്, നാട്ടിലെ ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിച്ചു കൊള്ളാം. അതായത് ഇവരൊക്കെ പബ്ലിക് സർവൻസ് ആണ്. ഒരു പ്രധാനമന്ത്രി ആയാലും പ്രസിഡന്റ് ആയാലും മുഖ്യമന്ത്രി ആയാലും ജനങ്ങളുടെ സർവൻ്റാണ്. ആ രീതിയിലാണ് നമ്മുടെ ഭരണഘടന രൂപപ്പെടുത്തി വച്ചിരിക്കുന്നത് ഡോക്ടർ അംബേദ്കർ. അപ്പോൾ പ്രധാനമന്ത്രിയെ എതിർകക്ഷിയാക്കി കേസ് കൊടുത്തത് ആദ്യമായിട്ട് ഞാനാണ്. എന്തുകൊണ്ട് കേരള സർക്കാരും തമിഴ്നാട് സർക്കാരും കേന്ദ്ര സർക്കാരിനെ കക്ഷിയാക്കിയില്ല? കള്ളത്തരം ഒരുപാടുണ്ട്. അതാണ് അണ്ണാമലൈ പറഞ്ഞത്. തമിഴ്നാട്ടിലും ബോധമുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ട്. തമിഴ്നാട്ടിലെ ജനങ്ങൾ തന്നെ ബോധമുള്ള അവരെന്നോട് പറയണത് എന്താണെന്നറിയോ? തമിഴ്നാട്ടിലെ ജനങ്ങൾ എന്താ പറയണമെന്നറിയോ? നിങ്ങളുടെ ഒരു എഞ്ചിനീയറെ നിങ്ങൾ വിട്, ഞങ്ങളുടെ ഒരു എഞ്ചിനീയറെ ഞങ്ങളും വിടാം. ഞങ്ങൾക്ക് വെള്ളം കിട്ടുന്നുണ്ടെങ്കിൽ എന്ത് ഫോർമുലയ്ക്കും ഞങ്ങൾ തയ്യാറാണ്. ഇതാണ് തമിഴ്നാട്ടിലെ സാധാരണ ജനം പറയുന്നത്. അണ്ണാമലൈ പറഞ്ഞത് ഇതേ ഉള്ളൂ. അണ്ണാമലൈ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? തമിഴ്നാട് ഘടകം BJP പ്രസിഡന്റ്. അദ്ദേഹം പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുല്ലപ്പെരിയാർ വിഷയത്തിൽ തമിഴ്നാട്ടിലെ ദ്രവീഡിയൻ പൊളിറ്റിക്സും ADMK പൊളിറ്റിക്സും കേരളത്തിലെ ഇടത് വലത് രാഷ്ട്രീയവും കൂടി ഇരു സംസ്ഥാനങ്ങളിലെയും ജനങ്ങളെ വഞ്ചിക്കുകയാണെന്നാണ്. ഞാനിത് 10 കൊല്ലമായിട്ട് 10 കൊല്ലമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അണ്ണാമലൈ പറഞ്ഞത്. അണ്ണാമലയ്ക്ക് ഒരു പേരിൻ്റെ പുറകെ IPS ഉണ്ട്. ഇവിടെ 2-3 ക്ലാസ് പഠിച്ച് മലയാളം കൂട്ടി വായിക്കാൻ അറിയാൻ പാടില്ലാത്ത മന്ത്രിമാർ ഭരിക്കുമ്പോൾ അവർക്കിതൊന്നും മനസ്സിലാവില്ല. അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല, എന്തെങ്കിലും തലയിൽ വേണ്ടേ? ആകപ്പാടെ ഉള്ളത് പോക്കറ്റിൽ എന്താ ഉണ്ടാക്കുക അത് ഇവർ പഠിച്ചിട്ടുണ്ട്. ഏത് കച്ചവടമാണ് ഇവിടെ എല്ലാം ബിസിനസ് നടത്തുമ്പോൾ സാധാരണ മഹേഷ് കുറേ പണം സമ്പാദിച്ച് ഇവിടെ ഒരു ബിസിനസ് നടത്താൻ സാധിക്കുമോ? പക്ഷെ ഇവിടെ അത് നമ്മൾ മനസ്സിലാണ്. ഇവിടെ ബിസിനസ് നടത്തുന്നത് ഈ രാഷ്ട്രീയക്കാരുടെ ബിനാമികളോ ആണ്. അല്ലാണ്ട് ഒരുത്തനെ ഇവിടെ ബിസിനസ് നടത്താൻ ഇവർ സമ്മതിക്കൂല. ചരിത്രത്തിൽ ആദ്യമായിട്ട് നമ്മുടെ കേരളത്തിൽ ഒരു തുടർഭരണം വരുന്ന ഒരു തുടർഭരണത്തിലാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. എന്നിട്ട് പോലും ഇത്തരം വിഷയങ്ങൾക്ക് നമ്മുടെ മുഖ്യമന്ത്രി ആണെങ്കിൽ തന്നെയും പല പരിപാടികൾ തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ നേരിട്ട് വരുന്നു, പല കാര്യങ്ങളിലും പിന്തുണയ്ക്കുന്നു, കേരളത്തെ പിന്തുണയ്ക്കുന്നു, കേരളം തിരിച്ച് അങ്ങോട്ടും പിന്തുണയ്ക്കുന്നു. വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള എന്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനുമായിട്ടുള്ള ഒരു സൗഹൃദം ഈ മുല്ലപ്പെരിയാർ വിഷയത്തിൽ പരിഹരിക്കാൻ ഉപയോഗിച്ചുകൂടാ? കാശ് മേടിച്ചത് തിരിച്ചു കൊടുക്കേണ്ടി വരൂലേ?
സ്റ്റാലിൻ സ്റ്റാലിന് തമിഴ്നാട് ഗവൺമെന്റിന്റെ കയ്യിൽ കൃത്യമായ കണക്കുണ്ട്. സ്റ്റാലിന് മുമ്പ് ഭരിച്ചതല്ലേ കുമാരി ജയലളിത. അവർ പറഞ്ഞില്ല ഞങ്ങളുടെ കയ്യിൽ കൃത്യമായ കണക്കുണ്ട്, ആർക്കൊക്കെ എന്തൊക്കെ കൊടുത്തിട്ടുണ്ടെന്നുണ്ട്. എന്തെങ്കിലും രീതിയിൽ തമിഴ്നാട് പൊളിറ്റിക്സിനെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു തീരുമാനമെടുക്കാൻ കേരളത്തിലെ ഇടത് വലത് രാഷ്ട്രീയ നേതൃത്വത്തിന് കഴിയില്ല. കാരണം എന്താ? പൈസ തിരിച്ചു കൊടുക്കണം. ഒന്നും രണ്ടും ആണോ? ട്രില്യൺസ് ആൻഡ് ട്രില്യൺസ് ഡോളേഴ്സാണ്. ട്രില്യൺസ് ആൻഡ് ട്രില്യൺസ് ഡോളേഴ്സ്. ഇവിടെ പല മാധ്യമ സ്ഥാപനങ്ങൾക്ക് വരെ തമിഴ്നാട്ടിൽ സ്ഥലം ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മുല്ലപ്പെരിയാർ ഇഷ്യൂവിന്റെ അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ മലയാളത്തിലെ 1970 കേരളത്തെ വഞ്ചിച്ച സി അച്യുതമേനോന്റെ കരാറിന്റെ പുറകെ കടന്നത് ആരാന്നറിയോ? ഒരു മാധ്യമ മുതലാളിയാണ്. ഈ മാധ്യമ മുതലാളി അയാളുടെ ശ്രമത്തിൽ, അതായത് നമ്മുടെ നാടിനെ 999 വർഷക്കാലത്തോളം അടിമകളാക്കാൻ കൂട്ടുനിന്നത്, നമ്മുടെ നാടിൻ്റെ പ്രകൃതി നശിപ്പിച്ചത്, അറബിക്കടലിലെ ജീവിവർഗങ്ങൾക്ക് സകലതിനും ദുരന്തമുണ്ടാക്കി കൊടുത്തത്, അതിനുവേണ്ടി ഓടി നടന്നത് ഒരു മലയാളത്തിലെ ഒരു പ്രമുഖ മാധ്യമ സ്ഥാപനമാണ്. എന്നിട്ട് ആ മാധ്യമ സ്ഥാപനത്തിന് കിട്ടി അവിടെ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ. 1970 ഈ മാധ്യമ സ്ഥാപനത്തിന് അവിടെ എന്തോരം സ്ഥലമുണ്ടെന്ന് അന്വേഷിച്ചാൽ പുറത്തു വരും. എൻ്റെ ഉദ്ദേശം ഇവരെ, ഈ രാഷ്ട്രീയക്കാരെയും പത്രസ്ഥാപനങ്ങളെയും മര്യാദ പഠിപ്പിക്കുക എന്നുള്ളതല്ല. എൻ്റെ ഉദ്ദേശം കേരളത്തിലെ ജനങ്ങളെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ്. ഇവിടെ കുറേ ആൾക്കാർ വിചാരിച്ചിരിക്കുന്നുണ്ട് മലപ്പുറവും കോഴിക്കോടും കണ്ണൂരും ഒന്നും ഇതിൻ്റെ അടിയിലല്ല, തിരുവനന്തപുരവും കൊല്ലവും ഒന്നും ഇതിൻ്റെ അടിയിലല്ല. ആ നടുക്കുള്ളവർ കുറച്ച് ഒഴുകിപ്പോയാലും കുഴപ്പമില്ല. ഇവരോട് എനിക്ക് പറയാനുള്ളത്, ഡെർണയിലേക്ക് നിങ്ങൾ നോക്കുക. ഡെർണ എവിടെയാണ്? മഹേഷിന് മനസ്സിലായോ? ലിബിയ. നമ്മളെ കാണിച്ചതാണ് ദൈവം അല്ലെങ്കിൽ ഈശ്വരൻ അല്ലെങ്കിൽ പ്രകൃതി നമ്മളെ കാണിച്ചെന്നാണ് പാഠമാവാൻ വേണ്ടിയിട്ട്. ഡെർണയിൽ മുല്ലപ്പെരിയാർ ഡാമിലുള്ളതിൻ്റെ 15-ൽ 2 വെള്ളമുള്ളൂ. 2 ഡാമിലും കൂടി. ഇതും കൊണ്ട് സകല ജനങ്ങളെയും സ്ഥാവര ജംഗമ വസ്തുക്കളും വണ്ടി എല്ലാ സാധനവും കൊണ്ട് ജനങ്ങളും മൃഗങ്ങളും എല്ലാം കൊണ്ട് കടലിൽ പോയി. പക്ഷെ തിരിച്ചു വന്നതൊരു സുനാമി പോലെ 7 നില കെട്ടിടത്തിൻ്റെ മുകളിലൂടെ തിരിച്ചു വന്നത്. നമുക്ക് വേണ്ടിയാണ് എൻ്റെ ഒരു വിശ്വാസം, അത് നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് മുല്ലപ്പെരിയാർ ഡാമിലുള്ള 15-ൽ 2 വെള്ളം. ഇവിടെ മുല്ലപ്പെരിയാറിൽ 15 TMC ഉണ്ട്, ഇടുക്കിയിൽ 70 TMC ഉണ്ട്, ഭൂതത്താൻകെട്ട്, ലോവർ പെരിയാർ എല്ലാം കൂടി ഒരു 100-120 TMC ഉണ്ട്. 120 TMC എന്ന് വെച്ചാൽ 120 കിലോമീറ്റർ നീളം, 1 കിലോമീറ്റർ വീതി, 100 അടി താഴ്ച. ഇതാണ് അതിൻ്റെ ഒരു കണക്ക്. നമ്മുടെ തലച്ചോറിലൊന്നും നിൽക്കില്ല ഈ വെള്ളത്തിൻ്റെ കൊണ്ടം. ഇത് അങ്ങോട്ട് പോയിട്ട് ഈ 6 ജില്ലകൾ, പത്തനംതിട്ട മുതൽ തൃശ്ശൂർ വരെയുള്ള 6 ജില്ലകളെയും കൊണ്ട് അങ്ങോട്ട് പോയിട്ട് തിരിച്ചൊരു സുനാമി ആയിട്ട് വന്നാൽ കേരളം ഉണ്ടാകില്ല, കർണാടകയുടെ തീരപ്രദേശങ്ങളുണ്ടാകില്ല, ഗോവയും മുംബൈയും ഉണ്ടാകില്ല. ഇത് പറഞ്ഞത് നോസ്ട്രഡാമസ് ആണ്. അത് സംഭവിക്കാം. അത് ലിബിയയിൽ നമ്മൾ കണ്ടതാണ്. ഈ കാഴ്ച നമ്മൾ കണ്ടതാണ്. തിരിച്ചു കയറി വരാം. ഇവർ വിചാരിക്കണത് എന്താ വെച്ചാൽ കേരളം ഒരു വലിയ സ്ഥലം. എന്ത് വലിയ സ്ഥലം? തമിഴ്നാടിൻ്റെ 2 ജില്ലയെ കൂട്ടിവെച്ച കേരളമായി. മനസ്സിലായ? നമ്മൾ ഈ ജനങ്ങൾ ഒരുപാടുണ്ട്. ഇതിപ്പം ചൈനയിൽ ബാങ്കിയാവ് ഡാം പൊട്ടിയപ്പോൾ അതിൻ്റെ ഇടയിൽ ജനങ്ങൾ കുറവായിരുന്നു. ഈ ഡാമൊക്കെ ഈ ഡാം പൊട്ടിത്തെറിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഭൂകമ്പങ്ങൾ പെരുകി വരുന്നു. 2011 തുടങ്ങിയതാണ്. റിക്ടർ സ്കെയിലിൽ 2, 3, ഇപ്പം ലാസ്റ്റ് ഉണ്ടായത് 3.4. അപ്പം ഇതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഭൂകമ്പം ഉണ്ടാവാൻ എന്താ കാരണം? ഒട്ടും ഭൂകമ്പ സാധ്യതയില്ലാത്ത കേരളം ഭൂകമ്പ സാധ്യതയുള്ള പ്രദേശമാകാൻ കാരണം എന്താണ്? 84 ഡാംസ്. ഇതൊക്കെ സിമ്പിളല്ലേ? ഒരു സ്ഥലത്ത് ഒരു കടലുണ്ടാക്കി വയ്ക്കുക, അത്രയും വെള്ളത്തിൻ്റെ പ്രഷർ ഭൂമിക്കടിയിലേക്ക് വരിക, ഭൂമിക്കടിയിലുള്ള പാറകളുടെ അടുക്കുകൾ തെന്നി മാറി തമിഴ്നാട്ട് വരെയും പോവുക, എല്ലാ ഡാമിൻ്റെ അടിയിലും വലിയ ഗർത്തങ്ങളുണ്ടാവും, വലിയ പൊത്തുകളുണ്ടാവുക. ഇതാണ് ഭൂകമ്പത്തിന് കാരണം. ഈ ചെറിയ സ്ഥലത്ത് 84 ഡാംസ്. ഈ രാഷ്ട്രീയക്കാർ നേരിട്ടും അവരുടെ ബിനാമികൾ മുഖേനയും 5000 കോറികൾ
ഇടുക്കി ഡാമിൻ്റെ ചുറ്റും 50 കോറി ഉണ്ടെന്ന് മനസ്സിലാക്കണം കേരളത്തിലെ ജനങ്ങൾ. നിങ്ങളെ കൊല്ലാൻ വേണ്ടി വെച്ചിരിക്കുന്ന അത്യന്താധുനിക ആയുധമാണത്. കേരളത്തിലെ ജനങ്ങളെ കൊല്ലാൻ വേണ്ടി വെച്ചിരിക്കുന്നത് ഈ ഡാംസും ഇങ്ങനെയുള്ള സാധനങ്ങളും. അപ്പം ഭൂകമ്പ സാധ്യത നമ്മുടെ ഈ കോട്ടയത്ത് 2 മാസം മുമ്പ് പത്രത്തിൽ കണ്ടല്ലോ, വലിയൊരു മുഴക്കം ഉണ്ടായിരുന്നു ഭൂമിക്കുള്ളിൽ നിന്ന്. അതേ മുഴക്കം തന്നെ തൃശ്ശൂരുണ്ടായി. ചെന്നൈ കടലിൽ കഴിഞ്ഞ വർഷം 5.1 വരുന്ന ഭൂകമ്പം ഉണ്ടായി. ചെന്നൈ കടൽ എന്ന് വെച്ചാൽ ഭൂമിയുടെ വലിപ്പം വെച്ച് നോക്കുമ്പോൾ നമുക്ക് വളരെ അടുത്താണ്. അതായത് കണ്ണീ കൊള്ളേണ്ടത് പുരികത്ത് കൊണ്ടുവന്ന് മാത്രം വിചാരിച്ചു. കടലിലായതുകൊണ്ട് കരയിലുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. അതിവിടെയും സംഭവിക്കാം. മുല്ലപ്പെരിയാറിൻ്റെ അടിയിൽ തന്നെ ഒരു മുല്ലപ്പെരിയാർ ഡാമിൻ്റെ അടിയിൽ തന്നെ ഒരു ഭൂഗർഭ വിള്ളൽ കണ്ടെത്തിയിട്ടുണ്ട്. കൊടൈക്കനാൽ ഭ്രംശമേഖല എന്ന് പറയുന്നത് മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് 22 കിലോമീറ്റർ മാത്രം അകലെയാണ്. മുല്ലപ്പെരിയാർ സെൻറ്റർ ചെയ്തിട്ട് 200 കിലോമീറ്റർ റേഡിയസിൽ 22 എപ്പി സെൻറ്റേഴ്സ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതുപോലെ കേരളം ഭൂകമ്പത്താൽ ഞെട്ടി ഉറയ്ക്കുന്ന ഒരു ദിവസം വരാൻ ഇതൊക്കെ പോരെ. അതുമാത്രമല്ല, പാലക്കാട് ചിറ്റൂർ താലൂക്കിൽ നല്ലേപ്പുള്ളി എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട്. അത് പ്രഭവ കേന്ദ്രമായിട്ട് 1900 റിക്ടർ സ്കെയിലിൽ 6.1 വരുന്ന ഒരു ഭൂകമ്പം ഉണ്ടായി. 1900 ഫെബ്രുവരി മാസം 8-ാം തീയതി പുലർച്ചെ 3:11 ഉണ്ടായി. ഈ ഭൂകമ്പം കോയമ്പത്തൂർ ഭൂകമ്പം എന്ന് പറഞ്ഞ ചരിത്രത്തിൽ അറിയപ്പെടുന്നു. ഇത് മധുര, കോയമ്പത്തൂർ, അങ്ങനെയുള്ള തമിഴ്നാടിൻ്റെ കുറേ ജില്ലകളും കേരളത്തിൽ തൃശ്ശൂർ, കൊച്ചി വരെ അതിൻ്റെ അലയലുകളുണ്ടായി. പക്ഷേ 1900 ഇത്രയും വലിയ കെട്ടിടങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് ജീവാപായം ഉണ്ടായി, പക്ഷെ കുറവായിരുന്നു. ഇന്നാണെങ്കിലോ ഈ അമ്പര ചുംബികളൊക്കെ തകർന്നു വീഴൂലേ. അപ്പം അത് ആവർത്തിക്കുമെന്നാണ് ഭൗമശാസ്ത്രജ്ഞർ പറയുന്നത്. അതായത് അവരുടെ അഭിപ്രായ പ്രകാരം 100 വർഷത്തിന് 30 വർഷം മുമ്പോ 100 വർഷത്തിന് 30 വർഷം ശേഷമോ ഇത് സംഭവിക്കാം. അപ്പോൾ ഈ 100 വർഷത്തിന് 30 വർഷം മുമ്പ് സംഭവിച്ചിട്ടില്ല. 100 വർഷത്തിന് 30 വർഷം എന്ന് പറയുമ്പോൾ ഇപ്പോൾ 23 വർഷം കഴിഞ്ഞ് 24 വർഷത്തിലേക്ക് കടക്കുന്നു. അപ്പോൾ ഇപ്പോൾ എപ്പോൾ ആണെങ്കിലും സംഭവിക്കാം. അവരുടെ പഠന റിപ്പോർട്ട് പ്രകാരം അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ കേരളം ഉണ്ടാവുമോ? നമുക്ക് പ്രതിരോധിക്കാനാവും ഈ മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യുക, കാലാകാലങ്ങളിലായി ഓരോ വർഷം ഓരോ ഡാം ഡീകമ്മീഷൻ ചെയ്യുക, ഇലക്ട്രിസിറ്റിക്ക് ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻ എടുക്കുക. ഇപ്പോൾ യൂറോപ്പിലൊക്കെ ഞാൻ ചെന്നപ്പോൾ കണ്ടത് സൂര്യപ്രകാശം നമ്മുടെ നാട്ടിലെ പോലെ വിൻ്ററിൽ സൂര്യപ്രകാശമില്ല, പക്ഷെ ഒരു വെളിച്ചമുണ്ട്. ആ വെളിച്ചത്തിൽ നിന്ന് അവർ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും. നമ്മുടെ നാട്ടിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കടലുണ്ട്. ഒരൊറ്റ വിൻമില്ല് പോലും ഇവർ സ്ഥാപിച്ചിട്ടില്ല. കാറ്റാടി യന്ത്രേ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സ്ഥാപിച്ചിട്ടില്ല. ചില രാജ്യങ്ങളിലൊക്കെ, വിദേശ രാജ്യങ്ങളിൽ ഫ്ലോട്ടിംഗ് സോളാർ പാനൽസ് ഉണ്ട് കടലിൽ. അതും ഇവിടെ ഇല്ല. കാരണം ഈ ഫ്ലോട്ടിംഗ് സോളാർ പാനൽസും ഈ വിൻമില്ലും ഒക്കെ സ്ഥാപിച്ച പോക്കറ്റിലൊന്നും വീഴൂല. ഒരു ഡാം ഉണ്ടാക്കി വെച്ചാലോ 1000 കോടി 2000 കോടി പകുതി മുക്കാലും അടിച്ചു മാറ്റാം. ഈ അഴിമതി പോകാത്തോടത്തോളം കാലം കേരളത്തിലെ ജനങ്ങൾക്ക് യാതൊരു പ്രതീക്ഷയും വേണ്ട. ഈ നാട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പോകുക നല്ലത്. എറണാകുളത്തുള്ള പല ആളുകളും പോയി. കാശുള്ളവർക്കല്ലേ പോകാൻ പറ്റുള്ളൂ. പാവങ്ങൾ എവിടെ പോകാനാ? പാവങ്ങൾ എന്താ പറയണമെന്നറിയോ? ഒരു ചേട്ടൻ പറഞ്ഞു, എന്നോട് ചോദിച്ചു, ഈ മുല്ലപ്പെരിയാർ ഡാം എന്നാ പൊട്ടണേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നി ചേട്ടാ, ഇത് പൊട്ടല്ലേ എന്ന് പ്രാർത്ഥിച്ചാണ് ഞങ്ങളിരിക്കണേ. അപ്പോൾ ചേട്ടൻ എന്തുകൊണ്ടാണ് ഇത് പൊട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നതെന്ന് അപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് അറിയോ? അത് കേരളത്തിലെ ജനങ്ങളുടെ കണ്ണ് തുറപ്പിക്കണം. ഈ രാഷ്ട്രീയ അടിമകളുടെ കണ്ണ് തുറപ്പിക്കണം. നിങ്ങളുടെ മുകളിൽ നിങ്ങളെ കൊല്ലാൻ വേണ്ടി വലിയ പിരമിഡ്സ് ഓഫ് കറപ്ഷൻ ഉണ്ടാക്കി വച്ചിരിക്കുന്നവരെ മാറ്റിക്കളയാൻ ഒരു പ്രചോദനമാണ് ആ ചേട്ടൻ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഇവിടെ ആസാമികൾക്കും ബംഗാളികൾക്കും അവിടെ ജീവിക്കാൻ പറ്റുള്ളൂ, സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റൂല, രണ്ടറ്റവും കൂട്ടിമുട്ടുന്നില്ല. അദ്ദേഹം പറഞ്ഞു, മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി വീട്ടിൽ ഭക്ഷണത്തിൽ റേഷൻ, കുറച്ച് ഭക്ഷണം കൊടുക്കുള്ളൂ. ഇത് നമ്മുടെ നാട്ടിലെ കാര്യമാണ്, ഒരു ചേട്ടൻ്റെ കാര്യമല്ല ഇത്. അഭിമാനം കൊണ്ട് പുറത്തു പറയാത്തതാണ്. ഒത്തിരി ആളുകൾ ഈ ദുർഭരണം കൊണ്ട്, അഴിമതി കൊണ്ട് ഒരു രക്ഷയില്ല. അത് എവിടെ ചെന്നാലും പിടിച്ചു പറയല്ലേ. ഇപ്പോൾ റോഡിലൊരുത്തം ബൈക്ക് ഓടിച്ചുകൊണ്ട് പോയാൽ അവനെ പിടിച്ചു പറിക്കും.
ഖജനാവിൽ പൈസയില്ല. ഈ നാടൻ ഭാഷയെ പറഞ്ഞ പോലെ പൂച്ച വെച്ച് കിടക്കുന്ന ഖജനാവ്, ഒരു പൈസയില്ല. ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ നിവൃത്തിയില്ല. നമ്മുടെ നാട് ഏറ്റവും ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്നമായ ഒരു പ്രവിശ്യയായിരുന്ന കേരളത്തെ കണ്ടുകൊണ്ട്, തിരുവിതാംകൂറിനെ കണ്ടുകൊണ്ട്, കൊച്ചിയെ കണ്ടുകൊണ്ട്, കോഴിക്കോടിനെ കണ്ടുകൊണ്ട് ഡച്ചുകാർ വന്നെങ്കിൽ, ഇംഗ്ലീഷുകാർ വന്നെങ്കിൽ, പോർട്ടുഗീസുകാർ വന്നെങ്കിൽ നമ്മുടെ നാട് എത്ര സമ്പന്നമായിരുന്നു. ഇപ്പോഴും ആ സമ്പന്നതയുണ്ട്, ദുർഭരണമാണ് ഇവിടുത്തെ പ്രശ്നം. ഞാനൊരു കാര്യം കൂടി ചോദിക്കട്ടെ. നമ്മുടെ ആ ബഡ്ജറ്റിൽ ഞാൻ നേരത്തെ സംസാരിച്ചു, ബഡ്ജറ്റിൽ ഈ മുല്ലപ്പെരിയാർ ഡാമിന് വേണ്ടിയിട്ട് ഏറ്റവും സജീവമായ ചർച്ചയായിരുന്ന ഒരു സമയത്തായിരുന്നു. തുക വകയിരുത്തുകയൊക്കെ ചെയ്തു. എനിക്കൊന്ന് കേമാനിയാണെന്ന് തോന്നുന്നു. തുക വകയിരുത്തുകയൊക്കെ ചെയ്തു. ഇപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട തുടർ നടപടി താങ്കൾ സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ കേസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പോവുകയാണ്. എന്താണ് അതിൻ്റെ ഒരു അവസ്ഥ എന്താണ്? അല്ല, ഒരു കാലത്ത് ഇതിൻ്റെ താഴെ ഒരു ഡാം പണിയാനുള്ള കാര്യങ്ങൾ തമിഴ്നാട് സമ്മതിച്ചതാണ്. പൈലിംഗ് വർക്കും തുടങ്ങിയതാണ്. അപ്പോഴാണ് ഇവർ ആലോചിച്ചത് പൊന്മുട്ടയിടുന്ന താറാവാണല്ലോ, ഇതിനെ കളഞ്ഞാൽ പിന്നെ വർഷാവർഷം കിട്ടൂലല്ലോ, അതുകൊണ്ട് അവിടെ അവസാനിച്ചത്. അത്രയും പുരോഗമിച്ച് വന്നിട്ടും ആ ഒരു പൈലിംഗ് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടും അതൊരു കണക്കിന് നന്നായിട്ട്. കാരണം വെച്ചാൽ തമിഴ്നാട്ടിന് വെള്ളം കൊടുക്കാനാണെങ്കിൽ നമ്മുടെ കക്കി ഡാമിൽ നിന്ന് കൊടുക്കാം. കക്കി ഡാമിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ മേലെയാണ്. കക്കി ഡാമിൽ മുല്ലപ്പെരിയാർ ഡാമിലുള്ളതിനേക്കാൾ വെള്ളമുണ്ട്. അവിടെ നിന്ന് ഒരു 52 കിലോമീറ്റർ പൈപ്പ് വലിച്ചാൽ മുല്ലപ്പെരിയാർ പെൻസ്റ്റോക്ക് പൈപ്പിലേക്ക് ഘടിപ്പിക്കാം. തമിഴ്നാടിന് ഇന്ന് കിട്ടുന്നതിൽ കൂടുതൽ വെള്ളവും കിട്ടും, ഇന്ന് കിട്ടുന്നതിൽ കൂടുതൽ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാനും പറ്റും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, പുതിയ കരാറ് വരും. അല്ലാണ്ട് ഈ 999 വർഷത്തെ കരാറ് തീരും, പുതിയ കരാറ് വരും. പുതിയ കരാറ് വരുമ്പോൾ തമിഴ്നാട് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നു ഈ വെള്ളത്തിൽ നിന്ന് അവർക്ക് 50,000 കോടി രൂപയുടെ ലാഭം ഉണ്ടെന്ന്. ഞെട്ടിപ്പോകുന്നൊരു തുകയാണ്. അത് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ കേരളത്തിൻ്റെ കടവും തീരും. ഈ വയസ്സായ ആളുകൾക്ക് 10,000 അല്ല 25,000 കൊടുക്കാനും പറ്റും. യുവാക്കൾക്കെല്ലാം തൊഴിലാവും. ആരും യൂറോപ്പിലേക്കും പോകണ്ട, ഗൾഫിലും പോകണ്ട, ഒരു സ്ഥലത്തും പോകണ്ട. പുതിയ കരാറ് വരും. 50,000 കോടിയിൽ ഒരു 10,000 കോടി കിട്ടിയാൽ മതി. അതുപോലെ തന്നെ തമിഴ്നാട് ഇലക്ട്രിസിറ്റി സർപ്ലസ് സ്റ്റേറ്റ് ആണ്. 438 കോടി രൂപയുടെ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കും. വെള്ളം കൂടുതലുണ്ടെങ്കിൽ കൂടും. ഒരു ആവറേജ് 438 കോടിയുടെ ഇലക്ട്രിസിറ്റി ഒരു വർഷം എനർജി സർപ്ലസ് സ്റ്റേറ്റായ തമിഴ്നാട് ഉണ്ടാക്കുന്നുണ്ട്. അതിങ്ങോട്ട് തരേണ്ടി വരും. ഇവിടെ ഡെഫിസിറ്റ് സ്റ്റേറ്റ് അല്ലേ, ഇലക്ട്രിസിറ്റി ഇല്ല, പവർ കട്ടാണ് ഇവിടെ. ഈ പവർ കട്ടൊക്കെ നിലയ്ക്കും, അതിങ്ങോട്ട് കിട്ടിയാൽ മതി. നമ്മൾ അത് മേടിച്ച് വെക്കാനല്ല നമ്മൾ ശ്രമിക്കണേ. നമ്മൾ ഏകദേശം 5,000 കോടി രൂപയുടെ ഇലക്ട്രിസിറ്റി ബോർഡിന് കൃത്യമായ കണക്കുണ്ട്. നിങ്ങളുടെ വിവരാവകാശം വെച്ച് അടുക്ക റസൽ ജോയി വെറുതെ ഇരുന്ന് ഇങ്ങനെ പറയണതല്ല. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ഒരു വർഷം എത്ര രൂപയുടെ ഇലക്ട്രിസിറ്റി പുറത്ത് നിന്ന് വാങ്ങുന്നു എന്നുള്ളത് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. ഏകദേശം 5,000 കോടി രൂപയുടെ ഇലക്ട്രിസിറ്റി വാങ്ങുന്നുണ്ട്. ആ 5,000 കോടി ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള എനർജി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അത് വേണോ? ഇവരെന്തിനാ ഈ 5,000 കോടിയുടെ ഇലക്ട്രിസിറ്റി പുറത്തുനിന്ന് വാങ്ങാനായിട്ട് ഇത്ര താല്പര്യം? അഴിമതി. 10 രൂപ വിലയുള്ള സാധനം ഇവർ 20 രൂപയ്ക്കാണ് മേടിക്കും. ആ കെയർ ഓഫിൽ ഒരുപാട് പണം ഈ രാഷ്ട്രീയ നേതാക്കന്മാരുടെ പോക്കറ്റിലേക്ക് വരും. ഞാൻ കേരളത്തിലെ ജനങ്ങളോട് പറയുന്നത്, ഈ വെള്ളയുടുപ്പിട്ട വെള്ളമുണ്ടെടുത്ത പെരുങ്കള്ളന്മാരെ തിരിച്ചറിയണം. നിങ്ങൾക്കൊരു രക്ഷയില്ല. ഇനി എന്ത് രക്ഷ ഈ കേരളത്തിലെ ജനങ്ങൾക്ക്, യുവാക്കൾക്ക്, കുഞ്ഞുമക്കൾക്ക്, സ്ത്രീകൾക്ക് ഉള്ളത് എന്ത് രക്ഷയുണ്ടെന്നാണ് നിങ്ങളുടെയൊക്കെ വിചാരം? നിങ്ങൾ അടുത്ത പ്രാവശ്യം പോളിംഗ് ബൂത്തിൽ പോകുമ്പോൾ ഈ രാഷ്ട്രീയം ഇവിടെ നിന്ന് വേണ്ടാന്ന് വെച്ചില്ലെങ്കിൽ ദുരന്തം അതാണ്. ഇപ്പോഴാണെങ്കിൽ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ കുറുകെ അണക്കെട്ട് കെട്ടാൻ പറ്റാ, റിയോ ഡിക്ലറേഷൻ ഉണ്ട് ഐക്യരാഷ്ട്രസഭയുടെ. അപ്പോൾ ഇത് കടലിൽ പതിച്ചേ പറ്റൂ എന്ന് പറയാൻ കാരണം ആളുകൾ പറയേണ്ടത് ഇത് വെറുതെ ഒഴുകി കടലിൽ പോകല്ലേ. എനിക്ക് അവരോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾക്ക് മൂക്കിൽ വലിച്ചേറ്റുന്ന സാധനം ഉണ്ടല്ലോ, ഓക്സിജൻ, അത് കിട്ടണമെങ്കിൽ ഈ വെള്ളം കടലിലേക്ക് പോകണം. സീവീഡ്സ്, കടൽപ്പായലുകൾ, ആ കടൽപ്പായലുകളെ സംരക്ഷിക്കാൻ വേണ്ടി ഇന്ത്യ മാത്രമല്ല ലോകത്തെ എല്ലാ രാജ്യങ്ങളും ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ യോഗം കൂടി കടൽപ്പായലുകളെ രക്ഷിക്കണം. കാരണം എന്താണ്? ഓക്സിജൻ ഉണ്ടാവില്ല ലോകത്ത്, അവിടെ പതിച്ചേ പറ്റൂ. അപ്പോൾ നമ്മൾ കാണിച്ചു വെച്ചാൽ ഒരു ഡാമാണെങ്കിൽ വേണ്ടില്ല, മുല്ലപ്പെരിയാർ ഡാമാണെങ്കിൽ വേണ്ടില്ല, 84 ഡാംസ് ഉണ്ടാക്കി വെച്ച് പ്രകൃതിയെ നശിപ്പിച്ച്
പ്രകൃതി എന്ത് ചെയ്യും? പ്രതികാരം ചെയ്യും. അതുപോലെ തന്നെ ഈ കാവേരി നദീജല തർക്കത്തിൽ ഉൾപ്പെടെ കേന്ദ്ര സർക്കാർ ഇടപെടാൻ സന്നദ്ധമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ മുല്ലപ്പെരിയാർ പോലുള്ള ഒരു വിഷയത്തിൽ അത്തരമൊരു സാധ്യത കേരളം തേടാത്തത്? അത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. കേന്ദ്ര സർക്കാർ വിചാരിച്ചാലല്ലേ ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ പറ്റുള്ളൂ. അപ്പോൾ കേരളവും തമിഴ്നാടും എന്താ വിചാരിക്കണേ? പരിഹാരം വേണ്ട. അതാണ്. അതുകൊണ്ടാണ് അവർ സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാരിനെ കക്ഷി ചേർക്കാതിരുന്നത്. അതുകൊണ്ട് ഞാൻ ഏതായാലും ഒരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഒരു ലോക പ്ലാറ്റ്ഫോം change.org എന്ന് പറയും, ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമാണ്. അതിൽ നമ്മൾ ഒരു പെറ്റീഷൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പല ആളുകൾ, ഞാൻ യൂറോപ്പിൽ പോയപ്പോൾ അവിടുത്തെ ജർമ്മൻസും ഓസ്ട്രിയൻസും ഒക്കെ അതിൽ ഒപ്പിട്ടു. അപ്പോൾ മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണം, തമിഴ്നാടിന് ജലം ഓൾട്ടർനേറ്റീവ് അറേഞ്ച്മെൻറ്റ്സ് ചെയ്യണം. ഇതാണ് നമുക്ക് പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിക്കാനുള്ളത്. അപ്പോൾ ഇപ്പോൾ അതിൽ നിലവിൽ 8.25 ലക്ഷം പേര് ഒപ്പിട്ടിട്ടുണ്ട്. 8.25 ലക്ഷം എന്ന് പറയുന്നത് നമ്മുടെ പോപ്പുലേഷൻ വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ 3.5 കോടി ജനങ്ങളാണ് ഉള്ളത്. ഈ പെറ്റീഷനെ സംബന്ധിച്ചിടത്തോളം ഇത് കേന്ദ്ര സർക്കാരിൻ്റെ സെൻട്രൽ ഇൻ്റലിജൻസ് ഇത് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജനങ്ങളുടെ പ്രതികരണമാണ് അവർ നോക്കുന്നത്. 3.5 കോടി ജനങ്ങളുള്ള ഒരു സംസ്ഥാനത്ത് 8.25 ലക്ഷം എന്ന് പറയുമ്പോൾ വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ അതിൻ്റെ ഒപ്പിട്ടിട്ടുള്ളൂ. ഇൻ്റർനെറ്റിൽ change.org എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ പ്ലാറ്റ്ഫോം വരും. അതിൽ സേവ് കേരള ഫ്രം മുല്ലപ്പെരിയാർ ഡാം ഡിസാസ്റ്റർ, ഞാൻ ഒരിക്കൽ കൂടി പറയാം, സേവ് കേരള ഫ്രം മുല്ലപ്പെരിയാർ ഡാം ഡിസാസ്റ്റർ എന്ന് അടിച്ചു കൊടുത്താൽ ഈ പെറ്റീഷൻ വരും. നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻജി അതിൽ ഒപ്പിട്ടിട്ടുണ്ട്, ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ ID വെച്ചിട്ട് അത് സൈൻ ചെയ്യാം. ചുമ്മാ പ്രസ് ചെയ്താൽ മതി, സൈൻ ചെയ്യാം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിനൊക്കെ അയച്ചു കൊടുക്കാനുള്ള ഷെയറിംഗ് ഓപ്ഷൻ ഉണ്ട്, ഷെയർ ചെയ്ത് കൊടുക്കാം. ഈ ഒരു ക്യാമ്പയിൻ വിജയിപ്പിക്കണം. ഇത് നമ്മുടെ ആവശ്യമാണ്, ഈ നാടിൻ്റെ ആവശ്യമാണ്. ഈ ദൈവത്തിൻ്റെ സ്വന്തം നാട് ഇതുപോലെ നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഓരോ മലയാളിയുടെ ആവശ്യമാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 1 കോടിയാണ് ടാർഗറ്റ്. ഇനി ഒരു 50 ലക്ഷം പേരെങ്കിലും അതിൽ ഒപ്പിട്ട് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രധാനമന്ത്രി ഈ കാര്യത്തിൽ ഇടപെടും, യാതൊരു സംശയവുമില്ല. കാരണം ഇത് ലോകം മുഴുവനുള്ള ആളുകൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെറ്റീഷനാണ്, ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് നമുക്ക് ഒറ്റക്കെട്ടായിട്ട് നമ്മുടെ നാടിനെ രക്ഷിക്കാനുള്ള ശ്രമത്തിൽ പങ്കാളികളാവാം.